ഹേ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് XAU USD അതായത് ഗോൾഡിൽ ഇന്ന് എടുത്ത ഒരു ട്രേഡ് സെറ്റപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ലെൻഡർ സെഷനിലാണ് നമ്മൾ എടുത്തത്. അതും 1 മിനിറ്റ് 3 മിനിറ്റ് ടൈം ഫ്രെയിം, അതായത് ലോവർ ടൈം ഫ്രെയിമിലാണ് ട്രേഡ് എക്സിക്യൂഷൻ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എന്തെല്ലാം മെത്തേഡ്സ് ആണ് നോക്കിയത് എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ XAU USD അതായത് ഗോൾഡിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക്, അതായത് വീക്ക്ലി ഔട്ട്ലുക്ക് ആണ് നോക്കാൻ പോകുന്നത്. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ്, ബയസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഗോൾഡ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ലെവലാണ് അല്ലേ. അതായത് പ്രീവിയസ് 2 വീക്ക്, കഴിഞ്ഞ വീക്ക് അതിന് മുന്നത്തെ വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓൾ ടൈം ഹൈ, എക്കാലത്ത് ഉയർന്ന വിലയായിരുന്ന 2135 എന്ന വില മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീക്ക് ഒരു ചെറിയ ബെയറിഷ്നെസ് കാണിച്ചു. അപ്പോൾ ഈ വീക്ക് നോക്കിയാലും മോഡറേറ്റ് ആണ്, അതായത് ഒരു ഡോജി ഫോർമേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഡേ ട്രേഡിംഗ് ആണ്, അതുകൊണ്ട് നമ്മൾ ലോ ടൈം ഫ്രെയിംസിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് 4 അവർ ബയാസ് കൂടെ ചെക്ക് ചെയ്യാം, മാർക്കറ്റ് എന്താണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 4 അവർ ബയാസ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് അഗ്രസീവായിട്ട് പമ്പ് ചെയ്ത് പോയി, അത് കഴിഞ്ഞൊന്ന് ചെറിയൊരു ബെയറിഷ്നെസ് കാണിച്ചു, വീണ്ടും ആ ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല, അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വന്നിട്ട് ആ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറൻ്റ്ലി നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ വരെ ഫോം ചെയ്തിട്ടുള്ളായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത്രയും ബുള്ളിഷ്നെസ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ ലോ ഫോർമേഷൻ വന്നിരിക്കുന്നത് അഗ്രസീവായിട്ട് ബൈയിങ് നടന്നിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ്. ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യുക, അതായത് ഈ ഒരു ഏരിയയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഫിൽട്ടർ ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൈം ഫ്രെയിം കൂടെ ഫിൽട്ടർ ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതായത് 1 അവറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയാൽ ചെറിയ ഒരു സ്ട്രക്ചർ ചേഞ്ചസ് കാണാം. ഓക്കെ, അതായത് ഇവിടെ ഈ ഒരു ഏരിയയിൽ, അതായത് മാർക്കറ്റ് അഗ്രസീവായിട്ട് ബൈയിങ് നടന്നിരിക്കുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽസ്, അതായത് അഗ്രസീവായിട്ട് ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴെ വന്നു, പക്ഷേ ബൈയിങ് കണ്ടിന്യൂ ചെയ്ത് പോയി. അപ്പോൾ ഇത് വന്നിരിക്കുന്ന എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്കൊരു 1 അവറിലെ ഡിമാൻഡ് ഫോർമേഷനുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമേഷനിൽ നിന്ന് തന്നെയാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടും ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് അഗ്രസീവായിട്ട് റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു റീജിയനാണ്. ഓക്കെ, അതായത് നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്ത് അവിടുന്ന് റിവേഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഡേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാം, ഇന്നത്തെ ഡേ മാർക്കറ്റ് ആ ഒരു ലെവലാണ് ബ്രീച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീപ്ലൈ ഇട്ട് പോവാം, കാരണം എങ്ങനെയാണ് ട്രേഡ് എക്സിക്യൂഷൻ നടത്തിയത് എന്ന് നോക്കണമെങ്കിൽ നമുക്ക് റീപ്ലൈ ബാർ ഇട്ടണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ബാക്ക് ടു 50 മിനിറ്റ് പോവാം. 50 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് നമ്മൾ സെഷൻ ബേസ് ചെയ്താണ് ട്രേഡ് ചെയ്തത്, അതായത് ഏഷ്യ, ലണ്ടൻ, ന്യൂയോർക്ക്. അപ്പോൾ ഈ ലണ്ടൻ സെഷനിലാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ട്രേഡ്സ് എക്സിക്യൂഷൻ നടത്തുന്നത്, ഏഷ്യയിൽ എടുക്കാറ്. അപ്പോൾ ഇന്നത്തെ ഒരു 50 മിനിറ്റിലെ ഒരു സ്ട്രക്ചർ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ബെയറിഷ് ആണ് അല്ലേ. അതായത് നമുക്ക് പ്രീവിയസ്ലി ഉള്ള റീസെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാത്രം മാർക്ക് ചെയ്യാം. ഈ ഏരിയയിലൊരു നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു BOS, ഓക്കെ, ഇവിടെ BOS വന്നിട്ടുണ്ട്, അതായത് കണ്ടിന്യൂവേഷൻ ആണ്, അതുകൊണ്ടാണ് BOS എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. താഴേക്ക് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് വരികയാണ്. ഇവിടെ ഒരു BOS വന്നിട്ടുണ്ട്, മേളിലോട്ടും എല്ലാം സ്റ്റിൽ BOS തന്നെയാണ് ഫോർമേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ഒരു വാല്യൂ, അതായത് കുറച്ചു ടാർഗറ്റ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് എവിടെ നിന്നാണ് സ്ട്രക്ചർ ക്ലിയർ ആയിട്ട് ഫോൾ ആയി വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു സ്ട്രക്ചർ മാപ്പിംഗ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ഒരു ലെവലിൽ നിന്ന് നല്ല രീതിയിൽ ഫോൾ വന്നിട്ടുണ്ടല്ലേ, അതായത് ഒന്ന് ഫോളായി റിവേഴ്സൽ ട്രൈ ചെയ്ത് വീണ്ടും ഫോൾ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം റീസെൻറ്റ് ഹൈ ആയിട്ട് എടുക്കാം. കറൻ്റ്ലി ലോ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ബാക്കിലേക്ക് പോകുമ്പോഴത്തേക്കും എവിടെയാണ് അടുത്ത ഒരു പുൾ ബാക്ക് വന്നിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് ഇവിടെ ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഡ്രോപ്പ് ബേസ് ഡ്രോപ്പ്. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി നമുക്ക് ഇവിടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ കൺസോൾട്ടേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള എൻട്രീസ് എടുക്കത്തില്ല, എസ്പെഷ്യലി ഏഷ്യയിലാണെങ്കിൽ അവിടെ നമ്മൾ എൻട്രി ഫോക്കസ് ചെയ്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഡ്രോപ്പ് വന്നിരിക്കുന്ന ഏരിയ ക്ലിയർ ആയിട്ട് ഒരു OB മിറ്റിഗേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഏരിയ OB മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഇൻ കേസ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ പൊസിഷൻ കിട്ടുവാണെങ്കിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഒരു ക്യാൻഡിലാണ്. ഓക്കെ, അതായത് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് നിൽക്കുന്ന ഫേസ് ചെയ്ത് നോക്കുമ്പോൾ അഗ്രസീവായിട്ട് ഡംപ് സ്റ്റാർട്ട് ചെയ്ത ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ഒരു OBയുടെ ഏരിയ. അപ്പോൾ നമ്മുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി ഈ ഒരു OBക്ക് താഴെയുള്ള ഇത്രയും ഭാഗമായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു OBയുടെ സ്റ്റാർട്ടിങ് ഔട്ട് ഇവിടെ വരെ ആയിരിക്കും നമ്മുടെ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഏഷ്യ കഴിയണം, ലണ്ടൻ സെഷൻ ഓപ്പൺ ചെയ്യണം, ആ ടൈമിലായിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻ നടത്തുന്നത്. നമുക്കൊരു 11:30 12 PM വരെ ഒന്ന് ക്യാൻഡിൽ സ്കിപ്പ് ചെയ്യാം.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പ്യുവറായിട്ട് മാർക്കറ്റ് എന്താണ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് അല്ലേ. അതായത് സൈഡ് വേസ് ആണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായൊരു ട്രെൻഡ് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്കിന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടൈം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 12:15, അതായത് ലണ്ടൻ ഓപ്പണിന് ഒരു 15 മിനിറ്റ് മുന്നേ ആണ് ആ ഒരു ബ്രേക്ക് അവിടെ ട്രൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് നമുക്ക് ആ ഒരു ഹൈ, അതായത് ഈ ഒരു റേഞ്ചിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ആ ഹൈ മാർക്കറ്റ് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രി ടൈം ഫ്രെയിം ആയ 3 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റിലൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 3 മിനിറ്റിൽ കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിലാണ് 1 മിനിറ്റിൽ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 3 മിനിറ്റിലേക്ക് പോകാം. 3 മിനിറ്റിൽ എല്ലാ സെറ്റപ്പ് ഓക്കെ ആണെങ്കിൽ നമുക്ക് 3 മിനിറ്റിൽ തന്നെ എൻട്രി എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആ ലൈൻ ഒന്നുകൂടെ നമുക്ക് ഫിൽറ്റർ ചെയ്ത് വരയ്ക്കാം. അതായത് നമുക്ക് ലോ ടൈം ഫ്രെയിമിലായതുകൊണ്ട് MS ആണ് കിട്ടേണ്ടത്. ഇവിടെ നോക്കിയാൽ ക്ലിയർ ബ്രേക്ക് വന്നിട്ടുണ്ട് അല്ലേ, അതായത് ബോഡി ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് MS എന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് MS കിട്ടിയിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ എന്താണ് നമ്മുടെ ലണ്ടൻ ഓപ്പൺ ആയിട്ടില്ല അല്ലേ, പ്രീ ലണ്ടനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു MS ഫോം ചെയ്ത ഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോ ഇതാണ് അല്ലേ, ഇവിടെ നിന്നാണ് അഗ്രസീവായിട്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത് മുകളിലേക്ക് പോയി MS ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ ഒട്ടും ക്ലിയർ അല്ല. ഓക്കെ, അതായത് ഒട്ടും ക്ലിയർ അല്ല മീൻസ് എന്താണ്, നമുക്ക് ക്ലിയർ ആയിട്ടൊരു FEG ഓർഡർ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അതുപോലായിട്ട് എന്താണ് നമുക്ക് ലണ്ടൻ ഓപ്പണും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് 1 മിനിറ്റിലേക്ക് ഇവിടെ പോകാം. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം കൂടെ ഫിൽറ്റർ ചെയ്യുക, അതായത് 3rd ടൈം ഫ്രെയിമെ ആശ്രയിക്കില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ക്ലിയർ ആയിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാണ് ഒരു ചെറിയൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു OBയിലേക്കാണ് എൻട്രി നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. അതും ലണ്ടൻ ഓപ്പൺ ആയാൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കറൻ്റ്ലി മാർക്കറ്റ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ബേസിൽ റിയാക്ട് ചെയ്തിട്ട് മുകളിലേക്ക് പോയി നിൽക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താണ് കറൻ്റ്ലി ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. അതായത് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് ഞാൻ ഇതിൻ്റെ താഴെ തന്നെ ഈ റേഞ്ചിൻ്റെ താഴെ, അതായത് ഏഷ്യയുടെ ലോ ഇവിടെ നോക്കി കാണാം, ഏഷ്യൻ ബോക്സ് നോക്കി കാണാം, ഏഷ്യ ലോയുടെ താഴെ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. കാരണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ട്രിഗർ ആവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് TP ട്രിഗർ ആയി കഴിഞ്ഞ് സെറ്റ് ചെയ്യുക, എല്ലാ ടൈമും ചെയ്യുന്ന പോലെ തന്നെ. ലണ്ടൻ ഓപ്പൺ ആയി, ഇവിടെ നോക്കി കാണാം നമുക്ക് ലണ്ടൻ ഓപ്പൺ ആയി, റെഡ് ബോക്സ് വന്നിട്ടുണ്ട്, അതായത് 12:30 ലണ്ടൻ ഓപ്പൺ ആയി, നമ്മുടെ എൻട്രി ഇവിടെ ഹിറ്റായി. ഓക്കെ, ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ 15 മിനിറ്റ് പോവാം, അതായത് മേജർ ടൈം ഫ്രെയിം ആയിട്ടുള്ള 15 മിനിറ്റിലേക്ക് പോവാം. 15 മിനിറ്റിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് 2 സ്ട്രക്ചർ ഫോർമേഷൻ ഉണ്ട്. അപ്പം പ്യുവറായിട്ട് നമുക്ക് അൾട്ടിമേറ്റ് അവസാനമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഇതാണ്, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിനിടയ്ക്ക് ഇവിടെ നമുക്ക് പാർഷ്യൽ TPയും ബുക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇവിടെ ഏഷ്യയുടെ ഒരു മീഡിയൻ ആയിട്ട് വരും, 50% ആയിട്ട് വരും ഏഷ്യയുടെ. അവിടെ നമുക്ക് മീഡിയൻ പോരാത്തതിന് ഇവിടെ ഒരു ബേസ് ക്രിയേഷൻ, അതായത് ബേസ് ഡ്രോപ്പാണ്. സോ സപ്ലൈ സോൺ ആണത്, അവിടെ റിയാക്ഷൻ കിട്ടാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ എൻട്രി സെറ്റപ്പ്, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്തു. ഇതെങ്ങനെയാണ് റിസൾട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കാം. 15 മിനിറ്റിൽ തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാം, കാരണം 1 മിനിറ്റിൽ സ്കിപ്പ് ചെയ്താൽ ടൈം കുറേ എടുക്കും. നോക്കാം. നമ്മുടെ ഫസ്റ്റ് TP ട്രിഗറായി, അവിടെ നമ്മൾ റിസ്ക് ഫ്രീ ആവുകയാണ്, കുറച്ച് പൊസിഷൻസ് ക്വാണ്ടിറ്റീസിൽ എടുക്കുകയാണ് വെളിയിൽ, കാരണം അവിടുന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫുൾ TP ഹിറ്റ് ആവുമോ ഇല്ലയെന്ന് നോക്കാം. നോക്കിയാൽ ഫുൾ TP ഹിറ്റായി, അതായത് നമ്മുടെ ക്ലിയർ ആയിട്ടും നമ്മൾ എവിടെയാണോ ടാർഗറ്റ് ചെയ്തത് ആ ഏരിയയിലാണ് മാർക്കറ്റ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൽ ബൈ പൊസിഷൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അടുത്ത സ്ട്രക്ചർ റിവേഴ്സലും കാര്യങ്ങളും നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ കറൻറ്റ്ലി ഇന്ന് നമ്മൾ എടുത്ത ട്രേഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആയിരുന്നു ഇത്, എങ്ങനെയാണ് എടുത്തത്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എടുത്തത് എന്നുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും സേഫ് ട്രേഡിങ്.